ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി സമൂസയാണ്. അപ്പോൾ സമൂസ ഷീറ്റ് തയ്യാറാക്കുന്നതും പിന്നെ അതിനുള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നതും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെജ് സമൂസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള സമൂസ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതിനു വേണ്ടി ഞാനിപ്പം 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരളവിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിലാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനു മുമ്പ് ഞാനിപ്പം ഇതുപോലെ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത് വെക്കണം. അതിനുശേഷം മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് സവോളയൊക്കെ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് അതായത് ചെറുതായിട്ടൊന്ന് വേകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം നമ്മുടെ പച്ചക്കറികളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടിയും അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയായിട്ട് അത് ശരിക്കും മിക്സ് ആകാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് അധികം വെന്ത് പോകണ്ട, നമുക്ക് ഇത് സമൂസയ്ക്കുള്ളിൽ കടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അവസാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ അവസാനം ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് സമൂസ ഷീറ്റ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ചെറിയ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലുള്ള ഓരോ ബോൾസാക്കി മാറ്റിയെടുത്തേക്കണം. അപ്പം ഒരുപാട് വലുതും ആവേണ്ട, ചപ്പാത്തിക്കൊക്കെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബോൾ ആ ഒരു രീതിയിൽ മാവെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഉരുളയിൽ നിന്ന് നമുക്ക് 2 സമൂസ ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇപ്പം ഞാൻ മാവ് എല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്ക് പരത്താനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുള എടുക്കുക. ഇതുപോലെ നന്നായിട്ട് അതിനെ അങ്ങ് പരത്തി കൊടുക്കുക. അപ്പം നല്ല നൈസായിട്ടങ്ങ് പരത്തി കൊടുക്കണം. നമ്മൾ ഈ പരത്തിയതിനെ ഒന്ന് ദോശക്കല്ലിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഈ നമ്മുടെ ചപ്പാത്തി പലകയുടെ ആ ഒരു വലുപ്പത്തിൽ തന്നെ ഈ മാവങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണമാണ് നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ നന്നായി നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ദോശക്കല്ലിലോട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ദോശക്കല്ല് ഇത്രയും വലിപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പുറത്തേക്ക് കിടക്കും. അതുകൊണ്ട് ഞാനിപ്പം ഷീറ്റിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരളവിലാണ് ഒരു ഷീറ്റ് വേണ്ടത്. അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു റെക്റ്റാങ്കിൾ മോഡൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 4 സൈഡിലുമുള്ള ബാക്കി മിച്ചം വന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ മാറ്റി വെക്കുക. അത് നമുക്ക് അവസാനം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം കൂടെ യോജിപ്പിച്ച് ഒരെണ്ണാക്കി മാറ്റാം.
അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പം 4 സൈഡും കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് 2 ഷീറ്റാണ് ഇതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലെ നമ്മൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന തവയിലോ അല്ലെ ദോശക്കല്ലിലോട്ടോ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു സൈഡ് ഒരു 10 സെക്കൻഡ് മാത്രമേ ഇടാവുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഷീറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ സൈഡൊക്കെ ഒരേപോലെ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് മാത്രം ഒന്ന് നടുക്കോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കാം. കാരണം ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ചൂടായിരിക്കത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം സൈഡൊന്ന് ചൂടാക്കി എടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഷീറ്റ് തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ മടക്കിയാലും ഒന്നും അത് ഒടിഞ്ഞു പോവില്ല. ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ അടുത്തതും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് മാത്രം ഒരു സൈഡ് ഇടുക, ഉടനെ തന്നെ തിരിച്ച് മറ്റേ സൈഡ് ഇടുക, അതും ഒരു 10 സെക്കൻഡ് ഇടുക. അങ്ങനെ ഒരു 2-3 തവണ അത്രയും മാത്രം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. ഇനി നമ്മളത് ഫില്ലിങ് വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ മൈദ മാവ് വെച്ചിട്ട് ഒരു പശ തയ്യാറാക്കി വെക്കണം. നമ്മളത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി മൈദ മാവ് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി വെച്ചേക്കുന്നതാണത്. അത് പശയായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്ത സമൂസ ഷീറ്റിൻ്റെ കുറച്ച് ഭാഗമൊക്കെ, അതായത് കറക്റ്റ് ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കണം. നമ്മൾ ദോശക്കല്ലിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കുമ്പോഴത്തേക്ക് ചില ഭാഗത്ത് അധികമായിട്ട് വന്നിരിക്കും. അത് നമ്മുടെ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് മടക്കണ്ടേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് മടക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഈ താഴത്തെ ആ കോർണർ കവർ ചെയ്ത് പോകുന്ന പോലെ മുകളിലേക്ക് മടക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മടക്കുക. എന്നിട്ട് നേരെ അത് കയ്യിലെടുക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ നേരെ താഴേക്ക് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ സമൂസ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് 4 സൈഡിലും ഈ പശ അങ്ങ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതായത് നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് പശ തേക്കാൻ നിൽക്കരുത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് തേക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഈ ഫില്ലിങ് വിട്ടുപോകും. അതുകൊണ്ട് ഫില്ലിങ് വെക്കുന്നതിന് മുമ്പ് തന്നെ 4 സൈഡിലും അങ്ങ് പശ തേച്ച് കൊടുക്കുക. നന്നായിട്ടങ്ങ് പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തു നിന്ന് മുകളിലേക്ക് മടക്കുക. ആ സൈഡ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ആ കോർണർ കവർ ചെയ്ത് പോകുന്ന പോലെ മുകളിലേക്ക് മടക്കുക. എന്നിട്ട് നേരെ കയ്യിലെടുക്കുക. ഇപ്പം നമ്മൾ പശ തേച്ചിട്ടുള്ളത് കൊണ്ട് ആ 2 സൈഡും കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ആ ഗ്യാപ്പ് ഒന്ന് ശരിയാക്കിയെടുക്കുക. അതിൻ്റെ ബാക്കിൽ കുറച്ച് പശയും കൂടെ തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ശരിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അതിലിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഫില്ലിങ് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. അത് ആദ്യം 1 ടീസ്പൂൺ വെച്ചിട്ട് ആ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തു താഴേക്ക് ഇറക്കുക. അതിനുശേഷം 1 ടീസ്പൂണും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇതിൽ നന്നായിട്ട് നിറഞ്ഞിരുന്നാലാണ് സമൂസ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് പശയും കൂടെ നമുക്കിവിടെ തേച്ച് കൊടുക്കാം. എണ്ണയിലിടുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാ സൈഡും നമ്മൾ ഇതുപോലെ നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് തന്നെ ഇരുന്നോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കറക്റ്റ് ട്രയാങ്കിളിൽ നമ്മുടെ സമൂസ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. കണ്ടോ,
ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ 4 സൈഡിലും പശയെല്ലാം തേക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് മടക്കുക, ആ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക, ആ കോർണർ കവർ ചെയ്യുന്ന പോലെ മുകളിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് നേരെ കയ്യിലെടുക്കുക, ആ ഒട്ടിയിരിക്കുന്ന സൈഡ് ഒന്ന് വിടിവിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കി എടുക്കുക. ആ ഗ്യാപ്പിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുക. ആ ഫില്ലിങ് നമ്മുടെ ഈ 4 സൈഡിലേക്കും പോകുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇറക്കി കൊടുക്കണം. പിന്നെ ഇതിനെ ഒന്ന് കവർ ചെയ്ത് എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സമൂസ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് സമൂസ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പുറത്ത് ഇതിൻ്റെ പുറമേ ഉള്ള കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ചായി വരുന്നിടം വരെ, കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടണം. അപ്പോൾ ഇതുപോലെ നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ സമൂസ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്